ദ കോൺജറിങ്, നൺ തുടങ്ങിയിട്ടുള്ള ഹൊറർ സിനിമകൾ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടല്ലേ. ആ സിനിമയിലെ പ്രധാന ഡീമൺ എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീയാണ്, അഥവാ വാലക് എന്ന പേരിൽ വരുന്ന ഒരു ഡീമണാണ്. ഇവയൊക്കെ കേവലം സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്റ്റോറി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സിനിമകളൊക്കെ ആസ്വദിക്കുന്നത്. എന്നാൽ ഇത്തരത്തില് യഥാർത്ഥത്തില് ഒരു കന്യാസ്ത്രീയുടെ ആത്മാവിനാൽ ഹോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വീട് യഥാർത്ഥത്തിൽ ഉണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഒരു കന്യാസ്ത്രീയും ഒരു സന്യാസിയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. എന്നാൽ അവരുടെ പ്രണയം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലായിരുന്നു. സന്യാസിയും കന്യാസ്ത്രീയും തമ്മിലുള്ള ഈ ഒരു പ്രണയത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്ന ആരോ ഒരാൾ വളരെ ക്രൂരമായ രീതിയിൽ ആ ഒരു സന്യാസിയെ വധിക്കുകയാണ്. കൂടാതെ കന്യാസ്ത്രീയെ ജീവനോടുകൂടി തന്നെ ആ ഒരു മഠത്തിന്റെ ചുമരുകളിൽ കുഴിച്ചു മൂടുന്നു. അന്ന് മുതൽ ആ ഒരു മണ്ണിൽ നിന്ന് ആ കന്യാസ്ത്രീയുടെ നിലവിളി ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. ഈ ഒരു ഇൻസിഡന്റ് ഒക്കെ നടന്നതിന് ശേഷം ആ ഒരു വീടിനുള്ളിൽ താമസിക്കാനായിട്ട് ആരും തന്നെ ധൈര്യം കാണിക്കാറുണ്ടായിരുന്നില്ല. കാരണം രാത്രി 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിന്റെ ഇടനാഴികളിൽ നിന്ന് ഒരു മണി മുഴങ്ങാനായിട്ട് ആരംഭിക്കും. ആ ഒരു മണി മുഴങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു വീടിനുള്ളിൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെ.